യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. എൻ ചിന്തനകൾ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നറിയുന്നു. എൻ ചിന്തനകൾ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നടപ്പും കിടപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. എന്നാവ് നീ അറിയാത്ത വാക്കുകളില്ല, എൻ വഴികളെല്ലാം നീ അറിയുന്നു. എന്നാവ് നീ അറിയാത്ത വാക്കുകളില്ല, എൻ വഴികളെല്ലാം നീ അറിയുന്നു. നിന്നെ വിട്ടു ഞാൻ എവിടേക്കു പോകും? നിൻ സന്നിധി വിട്ടു ഞാൻ എവിടെ ഒളിക്കും? നിന്നെ വിട്ടു ഞാൻ എവിടേക്കു പോകും? നിൻ സന്നിധി വിട്ടു ഞാൻ എവിടെ ഒളിക്കും? യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. ആകാശവിതാനത്തിൽ പറന്നുയർന്നാലും, ആഴിതൻ നടുവിൽ ഞാൻ ചരിച്ചാലും, ആകാശവിതാനത്തിൽ പറന്നുയർന്നാലും, ആഴിതൻ നടുവിൽ ഞാൻ ചരിച്ചാലും, ആ വീടെല്ലാം നിൻ സന്നിധിയിൻ ഭാഗ്യം. അതുല്യമാം നിൻ കരം എന്നെ നടത്തും. ആ വീടെല്ലാം നിൻ സന്നിധിയിൻ ഭാഗ്യം. അതുല്യമാം നിൻ കരം നടത്തും. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. എൻ ചിന്തനകൾ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നടപ്പും കിടപ്പും നീ അറിയുന്നു. എൻ ചിന്തനകൾ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നടപ്പും കിടപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. Pasitalical sir. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ വീണ്ടും അർപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ച് ചേരുവാനിടയായ മഹാഭാഗ്യം ഓർത്ത് പിന്നെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ സ്തോത്രത്തോടെയാണ്, ആയിരം സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്നലെ 6-ാം തീയതി ഒരു മാസം കൃത്യമായി ആൻറ്റി ഹോസ്പിറ്റലിലായിട്ട്
കഴിഞ്ഞ 1-ാം തീയതി ആണെന്ന് അതിൻ്റെ ഓർമ്മ. ഡോക്ടർമാർ ഫാമിലിയെ വിളിച്ചിരുന്നു, ഫാമിലി മീറ്റ് ചെയ്തു. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, 8 പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയും നൽകാത്ത വിധമാണ് അവർ പറഞ്ഞത്. മെഡിക്കൽ സയൻസിൽ ഇനിയും ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് പേഷ്യന്റിനെ എത്രയും വേഗം ഹോസ്പിസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. വീട്ടിൽ കൊണ്ടുപോകുന്നത് ഞങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായമുള്ള എനിക്ക് വൈഫിനെ പരിചരിക്കാൻ പറ്റൂല, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. ആഴ്ചയില് 2 മണിക്കൂർ വീതം 5 ദിവസം ഒരു നേഴ്സ് വന്ന് ശുശ്രൂഷിക്കും. ആഴ്ചയിൽ 1 ദിവസം ഡോക്ടർ വന്ന് പരിശോധിക്കും. ബാക്കി സമയം മുഴുവൻ നമ്മൾ നോക്കണം. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹോസ്പിസിലേക്ക് മാറ്റുക. ഹോസ്പിസ് നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമായൊരു പേരല്ലല്ലോ. നമ്മൾ ഹോസ്പിസ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫ്, ജീവിത അന്ത്യത്തിലേക്ക് പോകുന്ന രോഗികളെ പാർപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥലമാണ്. ചില സ്ഥലങ്ങളിൽ അവിടെ മരുന്ന് പോലും കൊടുക്കുകയില്ല, ഒന്നും കൊടുക്കുകയില്ല. മരണത്തിന് വേണ്ടി രോഗികളെ ഒരുക്കുന്ന ഒരു സ്ഥലം. അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ ഇത്തിരി വിഷമമായിരുന്നു, വളരെ വിഷമമായിരുന്നു. ദൈവസന്നിധിയിൽ അനേകരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും കണ്ണീരൊഴുക്കി ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സാഹചര്യം അവിടുന്ന് അറിയുന്നല്ലോ, അവിടുന്ന് ഒഴിവാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞ് ഡോക്ടർമാർ ഈ ആഴ്ച ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിസിന്റെ കാര്യം അങ്ങ് വിട്ടു. അവർ പറയാണ് റീഹാബിലേക്ക് രോഗിയെ മാറ്റണം എന്ന് പറഞ്ഞാൽ ആന്റിയുടെ ശരീരത്തിലുണ്ടായ മാറ്റമാണ്. തളർന്നു കിടന്ന വലത്തെ കൈയും കാലും നന്നായിട്ട് ചലിപ്പിക്കാൻ തുടങ്ങി. മടക്കാനും നൂർക്കാനും എടുത്ത് പൊക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ ആ ഒരു ചേഞ്ച് കണ്ടപ്പോൾ, ആ ഇമ്പ്രൂവ്മെന്റ് കണ്ടപ്പോൾ ഈ പേഷ്യന്റിനെ ഇനിയും ഹോസ്പിസിലേക്ക് വിടണ്ട, റീഹാബിലേക്ക് തന്നെ വിട്ടാൽ മതി എന്നവർ തീരുമാനിച്ചു. ഇന്നലെ സൈക്കോളജിസ്റ്റ് വന്നു. പറഞ്ഞു 1 മാസമല്ലേ ആയുള്ളൂ, ഒത്തിരിയുടെ സമയമെടുക്കും ഓർമ്മയൊക്കെ മടക്കി കിട്ടാൻ എന്ന് അങ്ങേരും പറഞ്ഞു. അതുകൊണ്ട് വലിയ ധൈര്യത്തിലും പ്രത്യാശയിലുമാണ് ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ആന്റിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം ഈ വിധത്തിൽ ഒരു അറ്റാക്ക് ഉണ്ടായ ഒരു രോഗി 1 മാസത്തിനുള്ളിൽ ഇത്രയും വലിയ ഇമ്പ്രൂവ്മെന്റ് സാധാരണഗതിയിൽ കാണിക്കില്ല. എന്നാൽ ആന്റിയില് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് സ്വർഗത്തിലെ ദൈവം അവൻ സൃഷ്ടാവ് മാത്രമല്ല, ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവൻ പുനഃസൃഷ്ടാവ് കൂടിയാണ്, റീക്രിയേറ്റർ കൂടിയാണ്. ആ റീക്രിയേഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പിന്നെയും ലഭിച്ച അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ സ്തോത്രയാഗം അർപ്പിക്കുകയും വേണം എന്ന് ഓർപ്പിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഞാൻ സ്വീകരിക്കുന്നു. ആക്ട്സ് chapter 4 verse 11 and 12. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. This Jesus is the stone rejected. This Jesus is the stone rejected. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വീണ്ടും അടിയങ്ങൾക്ക് ഒന്നിച്ച് തിരുസന്നിധിയിൽ എടുത്തു വരുവാൻ നിന്റെ വചനം ശ്രദ്ധിക്കുന്നതിന് ഒക്കെ ഞങ്ങളെ നീ സഹായിച്ചതോർത്ത് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ നീ സൂക്ഷിച്ചു പരിപാലിച്ചു, സമാധാനത്തിൽ കാത്തു. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് സ്വീകരിച്ചു.
അവിടുന്ന് ഉത്തരമരുളുന്ന നിന്റെ വലിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ദിവസം പിന്നെയും വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ആവശ്യമായിട്ടുള്ള ആലോചന നീ ഞങ്ങൾക്ക് തരണമേ. നിന്റെ വചനത്തിൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. അടിയനും കേൾക്കുന്നതിന്റെ മക്കൾക്ക് ഒരുപോലെ വചനം അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴയുടെ അധരത്തെ സ്വർഗീയ കനലുകൊണ്ട് നീ തൊട്ട് ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ അടിയനും നിന്റെ കുഞ്ഞുങ്ങൾക്കും നൽകുക. ഞങ്ങൾ എവിടെ ഇരുന്നാലും ശ്രദ്ധിച്ചാലും ഞങ്ങൾ ആത്മാ വ്യാപാരത്തിലാണ് എന്നുള്ള ഓർമ്മയിൽ ആ ശക്തിയിലിരിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണം. എല്ലാ മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. This is the stone rejected. This is the stone which was rejected by your builders, which has become the chief cornerstone. ഇവിടെ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറയുന്നത് 118 സങ്കീർത്തനത്തിന്റെ 22 വാക്യമാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നിരിക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിവാഹക്കുറികളിലുമൊക്കെ അച്ചടിക്കാറുണ്ട്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഏത് യഹോവയാൽ സംഭവിച്ചു എന്നുള്ളത് അതിന്റെ തൊട്ടു മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നത് കൊണ്ടാണ് ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുന്നത്. നമ്മൾ ഈ വാക്യങ്ങൾ അടർത്തിയെടുത്ത് അവിടെ ഇവിടെയൊക്കെ പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും ഇതിന്റെ അർത്ഥവും ബന്ധവും ഒന്നും നോക്കാറില്ല. പോകട്ടെ, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ 118 സങ്കീർത്തനത്തിലെ 22 വാക്യം കൂടിയാണ് നമുക്കിവിടെ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നത്. പത്രോസിന്റെ സംഭവം നമുക്കറിയാം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കലിരുന്ന ഒരു മുടന്തനെ സൗഖ്യമാക്കിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ, ന്യായാധിപന്മാരുടെ മുമ്പിൽ, പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ധീരതയോടുകൂടെ പ്രസംഗിക്കുന്ന ഒരു പത്രോസിന്റെ വാക്കാണിത്. ഭയചകിതനായി ഓടിയൊളിച്ച പത്രോസ്, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതിരുന്ന പത്രോസ്, വള്ളവും വലയും എല്ലാം വീണ്ടും എടുത്ത് തിബരിയാസ് തീരത്തേക്ക് പോയ പത്രോസ്, സംഭീതനായ ഒരു മനുഷ്യൻ ഇവിടെ സധൈര്യം നിന്നുകൊണ്ട് ഉജ്ജ്വലമായി പ്രസംഗിക്കുകയാണ്. പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞ് ശക്തിപ്പെട്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കളഞ്ഞ ആ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന്, അത് യേശുവാണ് എന്ന്. പക്ഷെ നമ്മുടെ മലയാളം വേദപുസ്തകത്തിലും കിങ് ജെയിംസ് വേർഷനിലും ഒക്കെ ദിസ് ഈസ് ദ സ്റ്റോൺ വിച്ച് വാസ് റിജക്റ്റഡ് ബൈ യു എന്നാണ്. എന്നാൽ ന്യൂ ഇംഗ്ലീഷ് ബൈബിളിൽ ആ ഭാഗം വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദിസ് സ്റ്റോൺ എന്നല്ല അവിടെ പറയുന്നത്, ദിസ് ജീസസ് ഈസ് ദ സ്റ്റോൺ റിജക്റ്റഡ് എന്ന്. ദിസ് ജീസസ്, ദിസ് ഈസ് ദ സ്റ്റോൺ വിച്ച് വാസ് റിജക്റ്റഡ് എന്നുള്ളതിന് പകരം ദിസ് ജീസസ് ഹു വാസ് റിജക്റ്റഡ് ബൈ യു ബിൽഡേഴ്സ് എന്നാണ്. അപ്പോൾ ഈ കല്ല് എന്നുള്ളത് ഒറിജിനൽ അങ്ങനെയായിരിക്കും അർത്ഥം. അതുകൊണ്ടാണല്ലോ ന്യൂ ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദിസ് ജീസസ് എന്ന് എഴുതിയിരിക്കുന്നത്. ദിസ് സ്റ്റോൺ എന്നല്ല, ദിസ് ജീസസ് എന്ന്. ഇനിയും നമ്മൾ ഓർക്കേണ്ടത്, വേദപുസ്തകത്തിലെയും ഓരോ ആർട്ടിക്കിളും ഓരോ ചെറിയ ചെറിയ വാക്കുകൾക്ക് പോലും അർത്ഥമുണ്ട്. ഇവിടെ ദിസ് എന്ന് പറയുന്ന ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദിസ് ജീസസ്, ഈ യേശു,
യേശുവിന്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷമാണ് പത്രോസ് ഇത് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ചില നാളുകൾക്ക് ശേഷമാണ് എന്നോർക്കണം. അപ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞു പോയൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ദാറ്റ് എന്ന് പ്രയോഗിക്കണം. ആ ആർട്ടിക്കിൾ ദാറ്റ് എന്നാവണം. സംഭവത്തെക്കുറിച്ച് പാസ്റ്റ് ടെൻസിൽ വേണം പ്രയോഗിക്കാൻ. പക്ഷെ ഇവിടെ ദാറ്റ് അല്ല പ്രയോഗിച്ചിരിക്കുന്നത്, ദിസ് ആണ്. അവിടെ പാസ്റ്റ് ടെൻസ് അല്ല പ്രയോഗിച്ചിരിക്കുന്നത്, ദിസ് ജീസസ് ഈസ്. പ്രസന്റ് ടെൻസ് ആണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ദിസ് ജീസസ്, ദാറ്റ് മീൻസ് നോട്ട് ദാറ്റ് ജീസസ് ബാക്ക് ദർ ഇൻ ദ ഫസ്റ്റ് കമ്മിങ്. ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ വന്ന ആ യേശുവല്ല, നോട്ട് ദാറ്റ് ജീസസ്, ഓർ നോട്ട് ദാറ്റ് ജീസസ് ഔട്ട് ദർ ഇൻ ദ സെക്കൻഡ് കമ്മിങ്. രണ്ടാമത് വരാൻ പോകുന്ന യേശുവിനെ കുറിച്ചുമല്ല. നോട്ട് ദാറ്റ് ജീസസ് who has come in the first coming, not that Jesus who is going to come in the second coming, but this Jesus, ഈ യേശു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിസ് ജീസസ്, ഈ യേശു. ഈ യേശു എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കുന്നു, it shows the nowism of the gospel. നൗവിസം എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു പ്രയോഗം ഗോസ്പലിനെ കുറിച്ച് പറയാറുണ്ട്. നൗവിസം, NOW, നൗ ഇസം, കമ്മ്യൂണിസം എന്ന് പറയുന്ന പോലെ നൗവിസം ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ എന്താ നൗവിസം, ഈ തനത് ഭാവം, സുവിശേഷത്തിന്റെ പ്രസന്റ് ഭാവം എന്നർത്ഥം. വർത്തമാനകാലം, സുവിശേഷം വർത്തമാനമാണ് എന്നർത്ഥം. സുവിശേഷം വർത്തമാനകാലാധിഷ്ഠിതമാണ് എന്നർത്ഥം. അതാണ് ദ നൗയിസം ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ നൗയിസം എന്ന് പറയുന്നത്. ഗോസ്പൽ ഈസ് നോട്ട് ഓൺലി തിങ് ഓഫ് ദ പാസ്റ്റ്, കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രമല്ല സുവിശേഷം. Gospel is not a thing of the future. സുവിശേഷം ഭാവി കാലത്തിന്റെ ഒരു വർത്തമാനം മാത്രമല്ല, but an existing thing. അത് നിലനിൽക്കുന്ന, ഇപ്പോഴുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. അത് ഇപ്പോഴുള്ളത്, ഇറ്റ് ഈസ് റാഡിക്കൽ, ഇറ്റ് ഈസ് മൈൻഡ് ചേഞ്ചിങ്, ഇറ്റ് ഈസ് ലൈഫ് ആൾട്ടറിങ് ഒക്കെ ആയിട്ടുള്ള, ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന, മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ദ നൗവിസം ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ വർത്തമാനകാല പ്രാധാന്യമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. ഈ യേശുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹി ഈസ് അലൈവ് നൗ എന്നർത്ഥം. അവൻ ഇന്നും അലൈവാണ്, ഇന്നും അവൻ ജീവിക്കുന്നവനാണ് എന്നുള്ള സത്യം. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ആൻ എക്സിസ്റ്റിംഗ് തിങ് എന്ന് പറയുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശു. അല്ലാതെ കഴിഞ്ഞുപോയ ഒരു സംഭവത്തിൽ എന്താണ് ദേവന്മാർ അല്ലെങ്കിൽ അവതാര പുരുഷന്മാർ ഇന്ന നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയുകയാണ്. അവർ ഇന്ന് ജീവിക്കുന്നു എന്ന് ആരും പറയുന്നില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. ഹി ലിവ്സ് എന്നാണ് പറയുന്നത്, അവൻ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഹീസ് അലൈവ് നൗ, അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് ദിസ് ജീസസ് അലൈവ് നൗ. 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹീസ് അലൈവ് നൗ, അവൻ ഇപ്പോൾ ജീവിക്കുന്നവനാണ്. ഹീസ് അവൈലബിൾ നൗ, അവൻ ഇപ്പോഴും സുലഭമാണ്, ലഭ്യമാണ്, പ്രാപിക്കാൻ കഴിയുന്നവനാണ്. ആൻഡ് ഹീസ് അലൈവ് ടുഡേ, അവൻ ഇന്ന് സജീവത്വം ഉള്ളവനാണ്. അപ്പോ അവൻ അവൈലബിൾ ആണ്, അവൻ അലൈവാണ്, അവന് ആക്റ്റീവാണ് എന്നുള്ളതാണ് നമ്മൾ അവനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത.
He is alive now. He is available now. This Jesus is alive today. ഇന്ന് യേശു ജീവിക്കുന്നവനാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്ന് റോമർ 14:9 പറയുന്നു, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനത്രേ അവൻ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാണ്. യേശു തന്നെ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വലിയ സാക്ഷ്യം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹി ലിവ്സ് ഇൻ മീ. എന്നിൽ അവൻ ജീവിക്കുകയാണ്. ഹി ലിവ്സ്, അല്ലാതെ അവൻ മരിച്ചു എന്നുള്ളതല്ല. ഹി ലിവ്സ് ഇൻ മീ. അവൻ എന്നിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ ജീസസ് ഈസ് അലൈവ് ടുഡേ. യേശു ഇന്നും ജീവിക്കുന്നവനാണ്, ഇന്നും ജീവനുള്ളവനാണ് എന്നർത്ഥം. ഹി ലിവ്സ്, അവൻ ജീവിക്കുന്നു. ഹി ലിവ്സ് എന്നൊരു പാട്ടുണ്ടല്ലോ, നമുക്കറിയാം, ഒരു കോറസ്. അവൻ ജീവിക്കുന്നവനാണ്, അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് ഓർക്കണം. യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ഒന്നാമത്തെ ചിന്ത അതാണ്, ഹി ലിവ്സ്, അവൻ ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹോദരങ്ങളെ, ഈ യേശു അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് നമുക്ക് ഏറ്റുപറയാൻ പറ്റുമോ? ഹി ലിവ്സ് ഇൻ മീ. അവൻ എന്നിൽ ജീവിക്കുന്നു. യേശു ഒരു യാഥാർത്ഥ്യമാണ്. ഹി ഈസ് എ ഫാക്ട്. അവനൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അവൻ ജീവിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. കാരണം ഞാനാണ് അതിന് സാക്ഷി. ബിക്കോസ് ഹി ലിവ്സ് ഇൻ മീ എന്ന് നമുക്ക് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ പറ്റുമോ? രണ്ടാമത് യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നത് ഹീസ് അവൈലബിൾ ടുഡേ എന്നുള്ളതാണ്. ഹീസ് അവൈലബിൾ ടുഡേ. അതാണല്ലോ ജീവിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു സാക്ഷ്യമാണല്ലോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. കമ്പോളത്തിൽ ഉള്ള ഒരു സാധനം ഉള്ളത് കൊണ്ടല്ലേ അത് അവൈലബിൾ ആണ് എന്ന് പറയുന്നത്. യേശു ജീവിക്കുന്നത് കൊണ്ടാണ് അവൻ അവൈലബിൾ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഹി ഈസ് അവൈലബിൾ ടുഡേ. യേശു കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. മത്തായി 18:20 യേശു കർത്താവ് പറഞ്ഞു, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. ഹി ഈസ് അവൈലബിൾ എന്നുള്ളതാണ് പറയുന്നത്. യേശു കർത്താവ് അവന്റെ സാന്നിധ്യം നമുക്ക് തരുന്നു. അവൻ സമീപസ്ഥനാണ്. വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. ഏറ്റവും അടുത്ത തുണയാണ് അവൻ. യോഹന്നാൻ 14:20 മുതൽ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഏത് അവതാര പുരുഷന്മാരാണ്, ഏത് ദേവന്മാരാണ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കൂടെ വാസം ചെയ്യുന്ന. അതാണ് യേശു കർത്താവിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു അർത്ഥം. അവൈലബിലിറ്റി. ഞാൻ വിളിച്ചാൽ, ഞാനൊരു പാട്ടിൽ പാടി, ഞാൻ വിളിച്ചാൽ എനിക്കുത്തരവരുളിടും, കാത്തിരുന്നാൽ പുതുശക്തി പകർന്നു തരും. ഞാൻ വിളിച്ചാൽ എനിക്കുത്തരമരുളിടും, കാത്തിരുന്നാൽ പുതുശക്തി പകർന്നു തരും. കഴുകനെ പോൽ ചിറകടിച്ചുയരും, സ്വർഗ സന്തോഷം എനിക്കു തരും. കഴുകനെ പോൽ ചിറകടിച്ചുയരും, സ്വർഗ സന്തോഷം എനിക്കു തരും. എന്റെ സഹായവും എന്റെ സങ്കേതവും നീ മാത്രമാണേശുവേ. എന്റെ ജീവന്റെ ബലം നീ, ജീവന്റെ കൃപ നീ,
ജീവപ്രത്യാശയും നീ. വിളിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവം സമീപസ്ഥനാണ്. സോ ഹി ഈസ് അവൈലബിൾ ഓൾവേസ്. ഹി വിൽ മേക്ക് അവർ abode with him. നമുക്കതുകൊണ്ട് അവനോട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ ഒരു കർത്താവിനോട് ചേർന്ന് നമുക്ക് വസിക്കുവാൻ കഴിയുമോ? കാരണം അവൻ നമ്മുടെ സമീപത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മൂന്നാമത് അവനെ കുറിച്ച് പറയുന്ന, ഞാൻ വളരെ വേഗം പറഞ്ഞു പോവുകയാണ്. മൂന്നാമത് അവനെ കുറിച്ച് പറയുന്നത് ഹി ഈസ് അറ്റ് വർക്ക് നൗ. അവൻ ഇപ്പോഴും ആക്റ്റീവ് ആണെന്നർത്ഥം. ഹി ഈസ് അറ്റ് വർക്ക് നൗ. എങ്ങനെയാണ് അവൻ ഇപ്പോൾ അറ്റ് വർക്ക് എന്ന് പറയുന്നത്? അവൻ ഇപ്പോഴും പ്രവർത്തന സജ്ജനായി നമ്മോടുകൂടെ വർത്തിക്കുന്നു എന്ന് പറയുവാൻ കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞു. കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ് എന്ന് അവിടെ യേശു കർത്താവ് പറയുന്നില്ല, കാര്യസ്ഥനെ അയക്കുന്നു എന്നുള്ളത്. അനദർ ഹെൽപ്പർ എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾക്ക് അനദർ ഹെൽപ്പർ എന്നാണ് പറയുന്നത്. യോഹന്നാൻ 16:7-8 വീണ്ടും യേശു കർത്താവ് ആ സമാപന കാലത്ത് യേശു കർത്താവ് പറയുന്ന വാക്കുകളാണല്ലോ ഒക്കെ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോൾ കാര്യസ്ഥനെ നമ്മുടെ അടുക്കൽ അയക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് പോയതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കാര്യസ്ഥനാണ് സദാ നമ്മോട് കൂടെ ഇരിക്കുന്നത്. യേശു കർത്താവ് ബോഡിലി നമ്മളിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ നമ്മോട് കൂടെ സദാസമയം ഇരിക്കുന്നത് കാര്യസ്ഥനാണ് എന്ന് യേശു കർത്താവ് നമ്മെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോയാലേ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരൂ എന്ന് യേശു കർത്താവ് പറഞ്ഞു. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് അനദർ ഹെൽപ്പർ എന്നാണ്. അനദർ ഹെൽപ്പർ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പങ്കിടട്ടെ. ഗ്രീക്ക് ഭാഷയിൽ അനദർ എന്നുള്ളതിന് 2 വാക്കുകളുണ്ട്. ഹെറ്ററോസ് എന്ന് പറയുന്ന ഒരു വാക്കും HETEROS ഹെറ്ററോസ് എന്ന് പറയുന്ന ഒരു വാക്കും അലോസ് എന്ന് പറയുന്ന ഒരു വാക്കും ALLOS അലോസ് എന്ന ഒരു വാക്ക്. ഈ 2 വാക്കുകൾ ഗ്രീക്കിൽ അനദർ എന്നുള്ള പ്രയോഗത്തിലുണ്ട്. അതിൽ ഹെറ്ററോസ് എന്ന് പറയുന്ന പ്രയോഗം അല്ല യേശു കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അലോസ് എന്ന് പറയുന്ന പ്രയോഗമാണ്. അലോസ് ALLOS അലോസ് എന്ന പ്രയോഗമാണ്. ഈ 2 വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരാള് നമ്മളെ ഒരു പാർക്കർ പെൻ കാണിച്ചു, ഒറിജിനൽ ഒരു പാർക്കർ പെൻ കാണിച്ചു. അത് കഴിഞ്ഞ് അതേ മാതൃകയിലുള്ള മറ്റൊരു പാർക്കർ പെൻ നമ്മളെ കാണിച്ചു. അത് വെറും പ്ലാസ്റ്റിക്കിലുള്ള ഒരു പാർക്കർ പെന്നാണെന്നിരിക്കട്ടെ. അതിനെക്കുറിച്ച് പറയുന്നത് അനദർ എന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഹെറ്ററോസ്, അനദർ പെൻ, അനദർ പാർക്കർ പെൻ. അപ്പൊ ഒറിജിനൽ പാർക്കർ പെന്നും അനദർ പാർക്കർ പെന്നും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. അനദർ പാർക്കർ പെൻ പ്ലാസ്റ്റിക്കിലുള്ള ഒന്നാണ്, എന്നാൽ ഒറിജിനൽ അല്ല എന്നർത്ഥം. എന്നാൽ അലോസ് എന്ന് പറയുന്ന വാക്ക് പ്രയോഗിക്കുമ്പോൾ ഒറിജിനൽ പാർക്കർ പെന്ന് കാണിച്ചിട്ട് വേറെ ഒരു പാർക്കർ പെന്ന് കാണിച്ച് അലോസ് എന്ന് പറഞ്ഞാൽ അനദർ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതും ഒറിജിനൽ തന്നെയാണ് എന്നാണ് അർത്ഥം. യേശു കർത്താവ് അനദർ ഹെൽപ്പർ എന്നിവിടെ പറയുമ്പോൾ ഈ 2ാമത്തെ അലോസ് എന്ന വാക്കാണ് യേശു കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ മറ്റൊരു സ്വരൂപമാണ് നിങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നത് എന്നർത്ഥം. ഞാൻ തന്നെയാണ്. ഐ ആം ലീവിങ്. ശ്രദ്ധിക്കുക, ഐ ആം ലീവിങ് ബട്ട് ഐ ആം കമ്മിങ് ബാക്ക് ടു അബൈഡ് ഇൻ യു ഫോർ എവർ. ഐ ആം. അതുകൊണ്ടാണ് കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല എന്നൊക്കെ യേശു കർത്താവ് പറയുന്നത്. ഐ ആം ലീവിങ്. ഞാനിപ്പോൾ നിങ്ങളെ വിട്ടു പിരിയുകയാണ്. ബട്ട് ഐ ആം കമ്മിങ് ബാക്ക്. ഞാൻ തിരിച്ചു വരും. ടു അബൈഡ് ഇൻ യു. നിങ്ങളിൽ വസിക്കേണ്ടത് ഞാൻ തിരിച്ചു വരും. ഫോർ എവർ, എന്നേക്കുമെന്ന്. അതാണ് ദ ഹോളി സ്പിരിറ്റ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് മീ. അതാണ് അതിന്റെ അർത്ഥം. ദ ഹോളി സ്പിരിറ്റ് ഈസ് മീ. ഞാൻ തന്നെയാണ്
പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ശാരീരികമായി വിടുന്നു, എന്നാൽ ആത്മീയമായി ഞാൻ നിങ്ങളിൽ വസിക്കുവാൻ പോവുകയാണ്. ഐ ആം ദ ഹോളി സ്പിരിറ്റ്. ഞാൻ തന്നെയാണ് ഇത് പരിശുദ്ധാത്മാവ് എന്ന്. ഇതാണ് അനദർ ഹെൽപ്പർ എന്നതുകൊണ്ട് യേശു കർത്താവ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് യേശു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം നാം ഭൂമിയിൽ കാണുന്നത്, ശിഷ്യന്മാരിൽ കാണുന്നത്. അതിനുശേഷം ലോകചരിത്രത്തിൽ എമ്പാടുമുള്ള ക്രൈസ്തവ സംഭവങ്ങളിലെല്ലാം വ്യാപരിച്ചു നിൽക്കുന്നത് ഈ യേശുവിന്റെ പരിശുദ്ധാത്മാവല്ല, ആ യേശു തന്നെയാണെന്ന് അർത്ഥം. ഹി വിൽ ദിസ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് മീ. പരിശുദ്ധാത്മാവ് ഞാൻ തന്നെയാണ്, എന്റെ പ്രവർത്തനമാണ് ഈ ഭൂമിയിലെല്ലാം കാണുന്നത് എന്നർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹീസ് അറ്റ് വർക്ക് നൗ. അവൻ ഇപ്പോൾ പ്രവർത്തന സജ്ജനായി, പ്രവർത്തന നിരതനായി എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നിൽക്കുകയാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും ഈ വചനം ഘോഷിക്കുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും ഹീസ് അറ്റ് വർക്ക് നൗ. അവൻ പ്രവർത്തന സജ്ജനായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്, നിങ്ങൾ ശക്തി പ്രാപിക്കും. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുകയാണ്. അത് ആ പ്രവചനം 2-ാം അധ്യായം 1-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, സഭ ആരംഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ പ്രവർത്തികൾ നാം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം? 1-ാം നൂറ്റാണ്ട് മുതൽ മാനസാന്തരത്തിന്റെ വലിയ ഒരു കൊടുങ്കാറ്റ് ലോകമെമ്പാടും ഇന്നും വീശിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അത് മാത്രമാണോ? ഹീലിംഗ് ദ സിക്ക്, രോഗികളെ സൗഖ്യമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണിത്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹീലിംഗ് ദ സിക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യദായകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. റിഡീമിങ് us from fear, നമ്മളെ ഭയത്തിൽ നിന്നും അവൻ വിമോചിപ്പിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുന്ന, ഭയത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന, മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എഫെസോസിലെ വിശ്വാസികൾ ഒരിക്കൽ ചോദിച്ചു, പൗലോസിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിന് എന്താന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്താണ് എന്നറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ധാരാളം ആൾക്കാർ ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്, ഒരു ചുരുങ്ങിയ രീതിയിൽ, ഹ്രസ്വമായ രീതിയിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ശക്തമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ ചിന്തയാണ് പറഞ്ഞത്. ദ ഹോളി സ്പിരിറ്റ് ഈസ് മീ എന്ന് യേശു, ഞാൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്, ഞാൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴും നമുക്കറിയാമല്ലോ, ആ ട്രിനിറ്റി എന്ന് പറയുന്നത്, ആ ട്രിനിറ്റിയിൽ ഇൻവിസിബിൾ ആണെങ്കിലും ഇൻഡിവിസിബിൾ അല്ല, വിഭജിക്കാവുന്നതല്ല ഈ ട്രിനിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ദുഃഖത്തോടെ ഓർക്കണം, നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഏറ്റവും മറക്കപ്പെടുന്ന ഈ തൃത്വത്തിലെ ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഈ ട്രിനിറ്റിയിലെ മറക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേരാണ് യേശുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? നമ്മൾ യേശുവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു എങ്കിലും പരിശുദ്ധാത്മാവിനെ പേഴ്സണലായിട്ട് എത്ര പേരാണ് സംബോധന ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ എത്ര പേരാണ് ദിവസം തോറും ഓർക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന്, സകല സത്യത്തിൽ നിങ്ങൾ വഴി നടത്തേണ്ടതിന്
കാര്യസ്ഥനെ അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എപ്പോഴുമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യമാണ്. ആ ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യത്തെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. വി ഓൾവേസ് ഫർഗെറ്റ് ഹിം. അവനെ എപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. യേശുവിനെ ഓർക്കും, പിതാവായ ദൈവത്തെ ഓർക്കും, മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓർക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ നാം അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ട, നമ്മൾ അത് വിശ്വാസികൾ എന്ന നിലയിൽ വി മസ്റ്റ് റിമെമ്പർ ഹിം. നമ്മൾ അവനെ ഓർത്തേ പറ്റൂ. പരിശുദ്ധാത്മാവായ കർത്താവേ, നീ എന്നെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, നീ എനിക്ക് ആലോചന പറഞ്ഞു തരണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, നീ എന്നെ ശക്തീകരിക്കണമേ. എന്നിൽ നിന്റെ നിറവ് തരണമേ. നിന്റെ ആലോചന നീ എനിക്ക് തരണമേ എന്ന് പരിശുദ്ധാത്മാവിനെ സംബോധന ചെയ്തുകൊണ്ട്, അഡ്രസ് ചെയ്തുകൊണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കുവാനും പറയുവാനും ആലോചന ചോദിക്കുവാനും നാം മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് he is the forgotten member of the Trinity എന്ന്. പരിശുദ്ധാത്മാവ് പലപ്പോഴും ഈ തൃത്വത്തിലെ മറക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. പോട്ടെ, അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളത് പറയാം. അപ്പോൾ അവൻ ഹീലിംഗ് മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹീലിംഗ് ദ സിക്ക്, റിഡീമിംഗ് ദ ഫിയർ. 1 യോഹന്നാൻ 4:18 പറഞ്ഞു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഫിലിപ്പ് ലേഖനം 4:6 സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു എന്ന് പറയുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എപ്പോഴും എടുത്തു പറയും. എപ്പോഴാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കിട്ടുമെന്ന് പറയുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്തൃസന്നിധിയിൽ പകരുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന, വിചാരപ്പെടാതെ ദൈവസന്നിധിയിൽ എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും അർപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആത്മീയ അനുഭവമാണ് സകല ബുദ്ധിയും. The peace that passeth all understanding. The peace that passeth all comprehension. മനുഷ്യന്റെ അവബോധ തലങ്ങളെ മുഴുവൻ അതിശയിക്കുന്ന ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അർപ്പിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ ചുമ്മാതിരിക്കുമ്പോഴൊക്കെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം എന്ന് പറയുന്നു. വിചാരപ്പെടുന്നതിനെ അതിശയിക്കുന്ന, വിചാരപ്പെടുന്നതിനെ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗീയമായിട്ടുള്ള ശ്രേഷ്ഠതയാണ്, ഫലമാണ് ഇത് പീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, when we put our cares into God's hand, നമ്മുടെ വിചാരങ്ങൾ, ആകുലതകൾ ദൈവത്തിന്റെ കരങ്ങളിൽ നാം സമർപ്പിക്കുമ്പോൾ, who puts his peace into our hands, അവൻ നമ്മുടെ കരങ്ങളിൽ സമാധാനം സമർപ്പിക്കും. നമ്മൾ അവന്റെ കരങ്ങളിൽ ആകുലതകൾ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ കരങ്ങളിൽ സമാധാനം സമർപ്പിക്കും എന്നർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് പിന്നെ ചെയ്യുന്ന ഒരു ജോലി എന്താണ്? ഹി വിൽ കൺവിക്ട് ദ വേൾഡ് അബൌട്ട് സിൻ ആൻഡ് റൈച്ചിയസ്നെസ്. നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും അവൻ ലോകത്തിന് ബോധപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, അവൻ ഭയത്തിൽ നമ്മളെ വിടുവിക്കുന്നു, അവൻ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമുക്ക് തരുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തുന്നു. ഈ പരിശുദ്ധാത്മാവ്, ഹി ഈസ് ആക്റ്റീവ് ടുഡേ, ഹി ഈസ് അറ്റ് വർക്ക് നൗ, അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ യേശുവാണ് ഇന്നത്തെ സജീവമായ പ്രശ്നം. എ ലൈവ് ഇഷ്യൂ. യേശു ഇന്നത്തെ ലൈവ് ഇഷ്യൂ ആണ്.
പിണറായി അല്ല, മോദി അല്ല, പാകിസ്ഥാൻ അല്ല, അറ്റാക്ക് അല്ല, ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും അലൈവായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ജീസസ് ഈസ് ദ അലൈവ് ഇഷ്യൂ. യേശുവാണ് ഇന്നത്തെ സജീവമായിട്ടുള്ള പ്രശ്നം. അത് മാത്രമല്ല, യേശു ദ ഹോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി, മാനവകുലത്തിന്റെ പ്രത്യാശയും അവൻ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെക്കുറിച്ച്, അസ്തിത്വവാദം എന്നൊക്കെ പറയുന്നു. ഒരു സമയത്ത് മലയാളത്തിൽ ധാരാളം നമ്മുടെ സാഹിത്യം, മിക്കവാറും മലയാള സാഹിത്യം എല്ലാം എക്സിസ്റ്റൻഷ്യലിസത്തിലുള്ള അടിസ്ഥാനപ്പെട്ട സാഹിത്യമായിരുന്നു. അസ്തിത്വവാദം ഉള്ള ഈ അസ്തിത്വവാദം എന്ന് പറയുന്നത് പ്രസന്റ് മോമെന്റ് മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണവർ. ബാക്കി എല്ലാം മിഥ്യയാണ്. ഇന്നലകളും മിഥ്യയാണ്, നാളെകളും മിഥ്യയാണ്, എല്ലാം മിഥ്യയാണ്. ദിസ് പ്രസന്റ് മോമെന്റ് ഈസ് റിയൽ. ഈ നിലനിൽക്കുന്ന ഈ സന്ദർഭം മാത്രമാണ്, വർത്തമാനകാലം മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ആദർശത്തിന്റെ വക്താക്കൾ. കിർക്കിഗാർഡ് എന്ന് പറയുന്ന ഒരു ഡെൻമാർക്കുകാരനായിട്ടുള്ള ഒരു വേദശാസ്ത്രത്തിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ എക്സിസ്റ്റൻഷ്യലിസം, ക്രൈസ്തവ അസ്തിത്വവാദത്തിന്റെ വക്താവാണ്. ഇന്നുകളെ കുറിച്ച് പറയുന്ന ചിന്തയാണ് അദ്ദേഹത്തിനുള്ളത്. കിർക്കിഗാർഡ് എന്ന് പറയുന്ന ഒരാൾ. ഇവിടെ ഈ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന, അസ്തിത്വവാദം എന്ന് പറയുന്ന ഈ സിദ്ധാന്തത്തിലെ ഒരു ചിന്തയെ നമ്മുടെ യേശുവിലുള്ള വിശ്വാസം സാധൂകരിക്കുന്നുണ്ട്. യേശു ആണ് ഇന്നത്തെ സജീവ പ്രശ്നമെങ്കിൽ എക്സിസ്റ്റൻഷ്യലിസത്തിൽ യേശുവാണ് ഇന്നത്തെ സജീവ പ്രശ്നം. Nothing exists except the existing moment. ഈ നിലനിൽക്കുന്ന, ഇപ്പോഴുള്ള ഈ നിമിഷമല്ലാതെ വേറെ ഒന്നും നിലനിൽക്കുന്നില്ല എങ്കിൽ, and therefore nothing is important except the existing now. ഇപ്പോഴത്തെ ഈ നൗ എന്ന് പറയുന്ന അവസ്ഥ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു നൗയിസം ഓഫ് ദ ഗോസ്പൽ. അപ്പോൾ നൗ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ എക്സിസ്റ്റിംഗ് നൗ എന്ന് പറയുന്നതിലാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഊന്നൽ. നൗയിസം ഓഫ് ദ ഗോസ്പൽ. സുവിശേഷം ഇന്നും 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 പ്രസക്തമാണ് എന്നർത്ഥം. മാറ്റമില്ലാതെ സുവിശേഷം നിലനിൽക്കുന്നു എന്നർത്ഥം. മാറ്റമില്ലാത്ത, മാറാത്ത, ഇന്നലത്തെ സുവിശേഷമല്ല, നാളത്തെ സുവിശേഷമല്ല, the gospel of nowism, ഇന്നത്തെ സുവിശേഷം, എക്സിസ്റ്റിംഗ് നൗ. അവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഊന്നൽ. കാരണം എന്താണ്? ജീസസ് ഈസ് വൺ ഹു ഈസ് എക്സിസ്റ്റിംഗ് നൗ. ഇന്ന് നിലനിൽക്കുന്ന ഒരുവനാണ് യേശു. ഇന്ന് ജീവിക്കുന്നവനാണ് യേശു. അലൈവ്, അവൈലബിൾ, അറ്റ് വർക്ക് നൗ. ദാറ്റ് ഈസ് ജീസസ്. ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നവൻ, ഇന്ന് അലൈവ് ആയിരിക്കുന്നവൻ, ഇന്ന് അറ്റ് വർക്ക് ആയിരിക്കുന്നവൻ, അവനാണ് യേശു. സോ വി ആർ പാർട്ട് ഓഫ് ദ എക്സിസ്റ്റൻഷ്യലിസം. അസ്തിത്വവാദത്തിന്റെ ഭാഗമായി തീരുകയാണ് നാം. എന്തുകൊണ്ട്? നമ്മുടെ യേശു ഈ നൗവിസത്തിന്റെ വക്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്നും ജീവിക്കുന്നവനാണ് യേശു എന്നുള്ളത് കൊണ്ട് അസ്തിത്വവാദത്തിന്റെ ആ പൊരുൾ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. ഹീസ് അലൈവ്, ഹീസ് അവൈലബിൾ, ഹീസ് അറ്റ് വർക്ക് നൗ. ഹല്ലേലൂയ. അവൻ എന്നും ജീവിക്കുന്നു. അവൻ ഇന്നും നമുക്ക് ലഭ്യമാണ്. വിളിച്ചാൽ ഉത്തരമരുളുന്നവനാണ്. വിളിച്ചാൽ നമ്മുടെ അരികത്തിരിക്കുന്നവനാണ് അവൻ എപ്പോഴും. ഹിന്ദു ദേവന്മാരെ കുറിച്ച് പറയാറുണ്ടല്ലോ, വിളിപ്പുറത്തിരിക്കുന്നവനെന്ന്. വിളിപ്പുറത്തിരിക്കുന്ന, അങ്ങനെ വിളിപ്പുറത്തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹീസ് ഇൻ us. നമ്മളിൽ അവൻ ഉണ്ട്. ഹല്ലേലൂയ. അവൻ വിളിച്ചാൽ എവിടുന്നെങ്കിലും ഓടി വരുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം.
വിളിപ്പുറത്തിരിക്കുന്ന ദൈവമല്ല, വിളിച്ചാൽ ഉടനെ വിളി കേട്ട് ഓടി വരുന്നവനല്ല. ഹി ഈസ് ഇൻ us. അവൻ നമ്മളിലുള്ളവനാണ്. അവൻ നമ്മളിലുള്ളവനാണ്. സോ ഹി ഈസ് alive, he is available, he is at work now. He is alive in us in the existing moment. നാം ഈ പറയുന്ന നിമിഷങ്ങളിൽ അവൻ നമ്മളിൽ അലൈവാണ്. നിലവിലുള്ള ഈ നിമിഷത്തിൽ യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് അവനാണ് എക്സിസ്റ്റിംഗ് ട്രൂത്ത്, നിലനിൽക്കുന്ന സത്യവും അവനാണ്. അതെ, രക്ഷകൻ എന്ന നിലയിൽ അവൻ ഇന്നുകളിൽ ജീവിക്കുന്നു. ഇന്നുകളിൽ മാത്രമല്ല, അവനിൽ ഒരു ഭൂതകാലമുണ്ട്. There is a past in him. അവനിൽ ഒരു ഭാവി കാലമുണ്ട്. There is a future in him. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം yesterday, today and forever. അപ്പൊ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ജീസസ് Christ the same yesterday, today and forever, because there is a past in him, there is a future in him, and he exists in this moment. അവൻ ഈ നിമിഷങ്ങളിൽ ജീവിക്കുന്നു. അവനിൽ ഒരു ഭാവിയുണ്ട്. അവനിൽ ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതകാലമുണ്ട്. അവൻ ഇന്നുകളിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ യേശു. ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു എന്നൊക്കെ പറയുമ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഫാക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ എക്സിസ്റ്റിംഗ് നൗവിൽ നിലനിൽക്കുന്ന ഇന്നുകളിൽ ജീവിക്കുന്ന എൻ്റെ യേശു. He is also the Lord of the future. He is also the Lord of the past. He is also the Lord of the present. അവൻ ഇന്നുകളുടെ കർത്താവും ഇന്നലകളുടെ കർത്താവും നാളുകളുടെ കർത്താവുമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു യേശുവാണ് നമ്മുടെ യേശു. അവൻ ഭൂതകാലത്ത് ജീവിച്ച് അന്തരിച്ചു പോയ ഒരുവനല്ല. എൻ്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ, വിശ്വാസികളുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന പൗലോസ് അതുകൊണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ഈ 7 മൊഴികളുടെ പ്രസംഗത്തിന്റെ ആമുഖവും 1-ാമത്തെ മൊഴിയുടെ ദൂതും പള്ളിയിൽ കൊടുത്തായിരുന്നു. അവിടെ പറഞ്ഞ ഒരു ചിന്ത ഇതാണ്. യേശു കർത്താവ് അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞത്, അവന് എന്നിൽ ജീവിക്കുന്നു, ഞാനല്ല, യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എത്ര കുരിശാണ് നമ്മൾ കാൽവറിയിൽ കണ്ടത്? 3 കുരിശുകൾ. നടുക്ക് യേശു കർത്താവിന്റെ കുരിശ്. ഈ യേശു കർത്താവിന്റെ കുരിശിൽ ആരെയാണ് നമ്മൾ കാണുന്നത്? സാധാരണ യേശുവിനെ മാത്രമാണ് കാണുന്നത്. എന്നാൽ നമുക്ക് പൗലോസിന്റെ ഈ വാക്യത്തിന്റെ ഈ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ക്രൂശിലേക്ക് ഒന്ന് തുറിച്ചു നോക്കിക്കേ, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. We can see Paul also in that cross. പൗലോസിനെയും നമുക്ക് ആ കുരിശിൽ കാണുവാൻ കഴിയും. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ തലതിരിച്ചാണെങ്കിലും ക്രൂശിക്കപ്പെട്ട പത്രോസിനെ we can see Peter on that cross. We can see James on that cross. We can see all the apostles on the cross. We can see all the saints who lived throughout the centuries on the cross. അവസാനം ഞാൻ പറഞ്ഞു, എന്നെയും ആ കുരിശിൽ നിങ്ങൾക്ക് കാണാം. You can see me too also in that cross, because I am also crucified with Jesus. ഞാനും യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ക്രൂശിൽ യേശുവിനെ മാത്രമല്ല കാണേണ്ടത്, ആ ക്രൂശിൽ എന്നെയും നിങ്ങൾ കാണണം, നിങ്ങളെയും നിങ്ങൾ കാണണം. ജീസസ്
യേശു അവൻ എന്നിൽ ജീവിക്കുന്നു. He lives in me. He lives in me. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് പറയുന്നത്. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായിട്ടുള്ള which was and which is to come, വരാനിരിക്കുന്നവനും. എന്റെ വീണ്ടെടുപ്പുകാരൻ 3 കാലങ്ങളിലാ ജീവിക്കുന്നത്. എന്റെ വീണ്ടെടുപ്പുകാരൻ 3 കാലങ്ങൾ ജീവിക്കുന്നു. He lives in the past, he lives in the present, and he lives in the future. He lives in the past, he lives in the present, and he lives in the future. 3 കാലങ്ങളിൽ ജീവിക്കുന്നവനായ എൻ്റെ യേശു. യേശു 3 കാലങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവരും 3 കാലങ്ങളിൽ ജീവിക്കുന്നവരാണ്. നമ്മളും 3 കാലങ്ങളിൽ ജീവിക്കുന്നവരാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ക്രിസ്തുവിൽ ജീവിക്കുന്നവരും 3 കാലങ്ങളിൽ ജീവിക്കുന്നവരാണ്. We live in the assured past. We live in we live in the saving present, and we live in the triumphant future. Amen. നമ്മൾ എങ്ങനെയാ 3 കാലങ്ങളിൽ ജീവിക്കുന്നത്? We live in the assured past. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വിശ്വാസത്തിന്റെ ഉറച്ച ഭൂതകാലത്തിലാണ്, വാഗ്ദത്തങ്ങളുടെ ഉറച്ച ഭൂതകാലത്തിലാണ്, നൽകപ്പെട്ട വചനങ്ങളുടെ ഉറപ്പുള്ള പാറയിലാണ്. ഹല്ലേലൂയ. സ്ട്രോങ് ഹോൾഡ് എന്ന് നമ്മൾ പറയും, ഉറപ്പുള്ള സങ്കേതം എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. We live in the assured past. ഉറപ്പുള്ള പാറയായ we live in the assured past. We live in the saving present. രക്ഷയുടെ വർത്തമാനകാലങ്ങളിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന, അനുദിനം നാം അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം. ഹല്ലേലൂയ. മുമ്പ് നാം സൂചിക്കണ്ട ഹീലിംഗ് മിനിസ്ട്രി, ഹീലിംഗിന്റെ ശുശ്രൂഷ, അത്ഭുതത്തിന്റെ ശുശ്രൂഷകളുടെ മധ്യത്തിൽ we are living in the midst of wonders. We are living in the midst of miracles. We live in the saving present. അനേകായിരങ്ങൾ മാനസാന്തരപ്പെടുന്നതിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകചരിത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ കാലഗതിയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. We live in the presence, saving presence. മൂന്നാമതോ, we live in the triumphant future. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? എൻ്റെ യേശു മടങ്ങി വരുമെന്നുള്ളതാണ്. എൻ്റെ യേശു മടങ്ങി വരുമെന്നുള്ളതാണ്. ആകാശത്തേരുകളിൽ അവൻ ഇറങ്ങി വരുന്ന ഒരു കാലത്തെ കാത്തിരിക്കുകയാണ് ഞാൻ നിങ്ങൾ. So we live in the triumphant future. ജയോത്സവമായിട്ടുള്ള ഒരു പഴയ ഒരു ഭാവിയെ നമ്മൾ നേരത്തേക്കുള്ള അത്യന്തം അനവധിയായ ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം പ്രാപിപ്പാൻ നമ്മളെ യോഗ്യതയുള്ളവരാക്കി മാറ്റുകയാണ്. ഫാർ മോർ. 2 Corinthians 4:17 പറയുന്ന ആ വാക്യം, അവിടുത്തെ ഒരു പ്രയോഗം എനിക്ക് വലിയ ഇഷ്ടമാണ്. Far more exceeding and eternal weight of glory. Far more exceeding and eternal weight of glory. അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം എന്നാണ് മലയാളത്തിൽ. എനിക്ക് ആ മലയാളത്തിലെ വാക്കുകളെക്കാളും എനിക്ക് ഇഷ്ടം ഇംഗ്ലീഷിലെ ആ വാക്കാണ്. എന്താണ് ആ വാക്ക്? Far more exceeding and eternal weight of glory. അതാണ് നമ്മുടെ triumphant future, നമ്മുടെ പ്രത്യാശാ നിർഭരമായ ഭാവി. So we live in the assured past, we live in the saving present, and we live in the triumphant future. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഇന്നും ജീവിക്കുന്നു. പത്രോസ് ധീരതയോടുകൂടെ പറയുകയാണ്, നിങ്ങൾ തള്ളിക്കളഞ്ഞ കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഈ യേശു തന്നെ. തുടർന്ന് പത്രോസ് പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അവന് തുല്യമായി അവൻ മാത്രം
അവനാരിലും ആരിലും ആരിലും ഏതിലും ഉന്നതൻ. ഹല്ലേലൂയ. He is at home everywhere. He is at home the present time. He is at home past and in future. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറ്റമില്ലാത്തവൻ. ആ യേശുവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ആ യേശുവിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. അവൻ എന്നിൽ ജീവിക്കുന്നു എന്ന് ആ സാക്ഷ്യം ഉറക്കെ ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമേൻ. സൂസൻ ജോൺ. കർത്തനിൽ ആർത്തു സന്തോഷിക്കാം, ചിത്തത്തിൽ സത്യമുള്ളവരെല്ലാം തന്നെ തിരഞ്ഞെടുത്തവരെ വ്യാകുല ദുഃഖങ്ങൾ പോക്കുക. കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം, കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം. അവൻ താൻ കർത്തനെന്നോർക്കുക, വാനിലും ഭൂവിലും നാഥൻ താൻ, വചനത്താൽ വരിക്കുന്നു താൻ, ബലവീരരെ വീണ്ടെടുപ്പാൻ. കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം, കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം. നീതിക്കായുള്ള പോരാട്ടത്തിൽ ശത്രുവിൻ ശക്തി വർദ്ധിച്ചാലും കാഴ്ച മറഞ്ഞു ദൈവസൈന്യം, ശത്രു സൈന്യത്തെക്കാളധികം. കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം, കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം. പകലിൽ ഇരുൾ നിൻ ചുറ്റിലും, രാത്രിയിൽ മേഘങ്ങൾ നിന്മേലും വന്നിടുമ്പോൾ നിഗൂലമിടാം. ആശ്രയിക്കാവനിൽ ആപത്തിൽ, കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം, കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം. കർത്തനിൽ ആർത്തു സന്തോഷിക്കാം. കീർത്തിച്ചു ഘോഷിക്കാൻ സ്തുതി, വാദ്യത്തോടു ചേർത്തു നിൻ സ്വരം, ഹല്ലേലൂയ പാടും നാം. കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം, കർത്തനിൽ 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 ആർത്തു സന്തോഷിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ നമ്മൾ കേട്ട വചനത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. സാറ് പറഞ്ഞ ടെസ്റ്റിമോണിയോടും വചനങ്ങളോടും ചേർത്ത് ആർക്കെങ്കിലും ഒക്കെ ഒരു മിനിറ്റ് ഷെയർ ചെയ്യാനായിട്ട് കാണും. അതിനായിട്ടുള്ള സമയമാണ്.
ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആരും മിണ്ടുന്നില്ല. ഇന്ന് രാവിലെ എനിക്ക് യെശയ്യാവ് 49 രാവിലെ എഴുന്നേറ്റുടനെ വചനം വായിക്കാനുള്ള ഭാഗം കിട്ടിയത്. അപ്പൊ ഈ നമ്മുടെ കോശി സാറിന്റെ ആന്റി വയ്യാതായപ്പോ തൊട്ട് ഈ ബുധനാഴ്ച വരാൻ ഇങ്ങനെ കാത്തിരിക്കുക എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പില്. കാര്യം സാറിന്റെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിനോട് യാചിക്കുന്നുണ്ട്, കർത്താവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. സാറിന്റെ വായിന്ന് എന്താണ് നമ്മൾ കേൾക്കുന്നതെന്ന്. അതിക്ക് മുമ്പേ ഈ വചനത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുമ്പോ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു വാക്ക് കർത്താവ് തരുന്ന അവിടെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 49 13 വാക്യം, ആകാശമേ ഘോഷിച്ചുല്ലസിക്കാം, ഭൂമിയെ ആനന്ദിക്കാം, പർവ്വതങ്ങളെ പൊട്ടി ആർക്കുവിൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. അത് കേട്ട് ഉള്ളങ്ങ് ശരിക്കും തണുത്തു. ഇന്ന് വൈകിട്ട് എന്തെങ്കിലും കർത്താവ് ഈ വചനത്തിൽ കൂടി നമുക്ക് ആശ്വാസം തരുമെന്ന് അതുപോലെ തന്നെ സാറിന്റെ വായിന്ന് കേൾക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞ ആ വചനം ഞാനിങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കുക, ആ ഭൂമിയെ ആനന്ദിക്കുക. ആകാശത്തിൽ നമ്മൾ ആർത്തുഘോഷിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം. ഭൂമി ആനന്ദിക്കണമെങ്കിൽ നമ്മളെ ഉള്ളു ആനന്ദിക്കാൻ. നമുക്കാണ് ആനന്ദം കൽപ്പിച്ചിരിക്കുന്നത്. അത് ഒത്തിരി ദൈവത്തോടും നന്ദി. അതേ 49 തന്നെ 23 ഒരു അവസാനത്തെ വാക്യത്തിൽ ഞാൻ യഹോവ എന്നു എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നു നീ അറിയും. ബലവാനോട് അവൻ കരുണ കാണിക്കുന്നു. ഈ വചനം കേട്ടപ്പോ ശരിക്കും ദൈവത്തോട് ഒരുപാട് നന്ദി. സാറിന്റെ വായിന്ന് ആന്റിയുടെ കാല് ചലിച്ചു, കൈ ചലിച്ചു. നമുക്ക് പ്രത്യാശ വീണ്ടും കർത്താവ് തന്നു. നിരാശയിൽ അകപ്പെടാതെ ഒത്തിരി ആനന്ദമല്ലേ, ആഘോഷിക്കല്ലേ, ആർത്ത് ഘോഷിക്ക ഒത്തിരി. ഇനി കർത്താവ് ഒത്തിരി വചനം പോലെ കർത്താവ് നമ്മുടെ കാത്തിരിപ്പിന് ഉത്തരം തരുന്നു. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, പറയാതെ വയ്യ. പക്ഷെ ദൈവം തന്നപ്പോ ആനന്ദിക്കാതെ വയ്യ. സാറിന്റെ വായിന്ന് കേട്ട വാക്ക്. താങ്ക് യു യശോദ. Good evening everyone. This is Susan. Maybe your message I didn't have any idea that I could join, but I was just looking at the time. I kept an alarm and so happy to hear the message that God, Jesus and the Holy Spirit, it's a Trinity that's indivisible. And the most striking thing that Jesus or God spoke to me this morning was He is at work now. He's still working on us. He is working on our prayers, and He is an answering God. Thank you so much for sharing the word. Thank you, sir. God bless you, and praying that that auntie will be healed soon. Thank you for this arranging this meeting, Abhi. Thank you. Praise the Lord. Praise the Lord. ആന്റി സുഖം സ്വല്പമെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഓർക്കപ്പുറത്തുണ്ടായതാണ്. യേശുക്രിസ്തു എന്നും നാളെയും ജീവിക്കുന്ന ഒരു ദൈവം, എനിക്ക് എപ്പോഴും ആശ്രയമാകുന്ന ഒരു ദൈവം എനിക്ക് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്, രുചിച്ചറിഞ്ഞെന്ന് പറയാം. സാറിന്റെ മെസ്സേജ് കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ചോദിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതലായിട്ട് എന്റെ ശേഷം കാലം വിനിയാഴ്ചയുള്ളത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ കരം പിടിച്ചു പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകാനുണ്ട്. ഇന്നും ആശങ്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ആരോടും അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അവരോട് സ്വകാര്യ ദൈവത്തോടെ പൂർണ്ണമായ പോംവഴികളും സമാധാനവും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഇനിയും സാറിന് പറയാനായിട്ട് റിപ്ലൈ? ഇല്ല, ഞാന് സൂചിപ്പിച്ചേ ഉള്ളൂ. യേശു എന്നിൽ ജീവിക്കുന്നു, ഹി ഈസ് ദ പ്രസന്റ് റിയാലിറ്റി എന്നുള്ള ആ ഒരു സത്യത്തിൽ നിലനിൽക്കാൻ
നമ്മളെല്ലാവരും ആത്മീയമായി ഒരുങ്ങണം. അവൻ എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ സത്യം. അവസാനം ഞാൻ പറഞ്ഞ ആ ക്രൂശിലെ ദർശനം, ആ യേശു മാത്രമല്ല ആ കുരിശിൽ, ഞാനും ആ കുരിശിലുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കണം. അവനൊരു പ്രസന്റ് റിയാലിറ്റിയാണ് എന്നുള്ള സത്യം അതിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് വിടയാവണം. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. അടുത്ത ബുധനാഴ്ച എല്ലാവരും മറ്റൊരാളും കൂടെ സാറിന്റെ മെസ്സേജ് കേൾക്കണം എന്നുള്ള താല്പര്യത്തിൽ കുറഞ്ഞ ഒരാളെങ്കിലും ഇത് ഇൻഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ബുധനാഴ്ച കാണാം. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Thank you, sir. Good night.